ഹലോ ഗായ്സ്, ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് തല വാഷ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് കുറച്ച് ഹെയറിന് മാസ്ക് എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ഹെയർ. സ്ട്രെയിറ്റ് ഹെയർ ആണ്. വെട്ടിയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് ഒരു 8 മാസമാവും. അപ്പം ഫസ്റ്റ് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തല ഓട്ടിയിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യണത്. കാച്ചിയ എണ്ണ യൂസ് ചെയ്യുമ്പോഴും ഓരോരിക്കും എടുക്കുമ്പോഴും ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തലയോട്ടിയിലും ഹെയറിൽ ഫുള്ളായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. മുടിയുടെ തുമ്പറ്റത്തും തേച്ച് കൊടുക്കണം, എങ്കിലേ സ്പ്ലിറ്റ്നെസ് ഒന്നും ഇല്ലാതെ ഇരിക്കത്തുള്ളൂ. പിന്നെ 3 മാസത്തിലൊരിക്കലെങ്കിലും ഹെയറിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 8 മാസത്തോളമായി മുടി കട്ട് ചെയ്തിട്ട്. ഡെലിവറിക്ക് ശേഷം ഒരുപാട് ഹെയറൊക്കെ പൊഴിഞ്ഞു പോയി, നല്ലോണം ഹെയർ പോയിട്ടുണ്ട്. പിന്നെ ഹെയർ സൂക്ഷിക്കാനും പറ്റാതെയായി. കുഞ്ഞിനെ നോക്കുന്നതിനിടയിൽ സമയം കിട്ടാറില്ല. അങ്ങനെ ഹെയർ എണ്ണയൊക്കെ തേച്ചിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവയും കറുത്ത എള്ളും കൂടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അരച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് തലയോട്ടിയിലും ഹെയറിൽ ഫുള്ളും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഡാൻഡ്രഫൊക്കെ ഉള്ളവർക്ക് ഉലുവ നല്ലതാണ്. അതുപോലെ കറുത്ത എള്ളും നല്ലതാണ്. മുടി നരയൊന്നും വരാതിരിക്കാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലൊരു ഹെയർ മാസ്കാണിത്. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മുടി നല്ല സോഫ്റ്റ് ഷൈനി ആവും. നരച്ച മുടിയൊന്നും വരില്ല. ഡാൻഡ്രഫ് ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു മാസമൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് നന്നായിട്ട് മാറും. അപ്പം നമ്മൾ മുടി സൈഡിലോട്ട് മാറ്റിയിട്ട് തലയോട്ടിൽ നല്ല വൃത്തി തേച്ച് പിടിപ്പിക്കുക. ശേഷം ബാക്കിയുള്ളതിന് മുടി ലെങ്ത് ഫുള്ളും, മുടി എത്രയുണ്ടോ അത് ഫുള്ളും തേച്ചാൽ അത്രയും നല്ലതാണ്. ഹെയറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം അരയ്ക്കാൻ, അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് തല ഫുള്ളാക്കിയിട്ട് ഇതുപോലെ കെട്ടി വെച്ച് ഒരു 15-20 മിനിറ്റേക്ക് വാഷ് ചെയ്ത് കഴുകാവുന്നതാണ്. വാഷ് ചെയ്യാം.